നമ്മളിപ്പോൾ എൻ്റെ ആൻറ്റീൻ്റെ സ്റ്റേജിൽ ഇങ്ങനെ ഉമ്മാവില്ലേ ഒരു മുണ്ടച്ചക്ക ഉണ്ട് വരും എനിക്ക് അതിൻ്റെ അതൊന്ന് എന്താ നമ്മൾ മുണ്ടച്ചക്ക എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഇങ്ങനത്തെ മുണ്ടച്ചക്ക എന്നുള്ള വലിയ മുണ്ടച്ചക്ക എന്നെല്ലാം പറഞ്ഞത് നമുക്ക് നോക്കാം. ഓ എഴുപത്താണുള്ളത്. ആൻറ്റി വരുന്നത് നോക്കിയും കുറേ ദിവസമായി വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു മുണ്ടച്ചക്ക ഉണ്ട് എടുക്കാൻ വാ. ആയാലും ആ മുണ്ടച്ചക്ക നോക്കി നിൽക്കുകയാണ്. എങ്കിലും മധുര എന്നല്ല പറയുന്നില്ല, മുണ്ടച്ചക്ക വെച്ച് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെന്ന് കൂടി നോക്കാം. എൻ്റെ അമ്മേൻ്റെ അനിയത്തിയാണ് എൻ്റെ ആൻറ്റി. ആൻറ്റിമ്മനെ കാണുന്നില്ലല്ലോ ഇവിടേക്ക്. ആൻറ്റിമ്മ എവിടെ? ആൻറ്റിമ്മ വേഗം വരാമെന്ന് പറഞ്ഞല്ലോ. അങ്ങോട്ട് നടന്നു നോക്കാം. ഇനി അങ്ങോട്ട് നടക്കും. ഈ ഫ്രണ്ടിൽ കിടന്നു. എന്നെ ആൻറ്റിയമ്മന്ന് വിളിക്കണം. അപ്പോൾ എൻ്റെ ആൻറ്റിയമ്മേൻ്റെ അടുത്തേക്ക് തുള്ളി പോവേ. ഞാൻ ആൻറ്റിയമ്മയെ വിളിക്കേ. ഇതെല്ലായിടത്തും വീഡിയോ എടുക്കുന്ന അറിയോ. ഇത് ആരാ എനിക്ക് തന്നേ? ഇത് ആ ആൻറ്റിയമ്മ എനിക്ക് ഇഷ്ടമായത്. എത്ര ഇഷ്ടം? ആ അത്രക്ക് ഇഷ്ട. സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് സാധനം. പറഞ്ഞ പോലെയാണേ നല്ല പഴുത്ത മുളത്ത സാധനം. ആരും കൊതികിടണ്ട, ആർക്കും തരില്ല. ഓക്കെ ഇത് നട്ടാടി കുറേ മുറിച്ചിട്ട് ഏച്ചിൻ്റെ അടുത്തും കൊടുത്തേ. മുറിച്ചിട്ട് ഏച്ചിൻ്റെ അടുത്തും കൊടുത്തേ. തേനൂറ്റും പോലത്തത്. ഓ വരുമ്പേ തുടങ്ങിയ ഒരാള് ജ്യൂസ് അടിക്കാൻ വേണം. ഞാൻ പറഞ്ഞു ഞാൻ ഇതിനെ കൂടി പച്ചടി ആക്കും. പോയാണ് നിന്നിട്ട് പച്ചടി കൊണ്ട് എനിക്ക് ജ്യൂസ് കൊടുത്തോട്ട്. എങ്ങനെയുണ്ടല്ലോ? ഭയങ്കര ടേസ്റ്റല്ലേ? എല്ലാവരും കൊതിപ്പിക്കൂടെ നമുക്ക്. തേനൊലിക്കുന്ന നോക്കിയിട്ട് ഇതിന്റെ മധുരം കൊണ്ട് ഇതാക്കാനൊരു മൂഡ് കിട്ടുന്നില്ല. ചെറിയ പൈസ വെച്ചിട്ട് നമുക്ക് തൽക്കാലം ആക്കാം. കുഞ്ഞിക്ക് തിന്നാൻ നോക്കിട്ടോ. ചെറിയ ചെറിയ മുള്ളു പോലത്തെ സാധനം കണ്ടവനെ അതുപോലെ എടുക്കുന്നില്ല. അതൊന്നും അതിൽ തോണ്ടി അവൻ എടുക്കുന്നു. അങ്ങനെ ഒന്നും തോന്നില്ല. അതൊന്നാണ് വരാൻ മുള്ളു. കടുക് ഓവർ എരിവാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊരു കഷ്ണം മുണ്ടച്ചക്കയുടെ ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ കറിക്കുള്ള അരപ്പ് തയ്യാറാക്കുമ്പോൾ അതിലേക്ക് അതിൻ്റെ കറി കഷ്ണിട്ട് അരക്കുന്നത് കുറച്ചുകൂടി ടേസ്റ്റ് തരും കേട്ടോ. എന്ന് കരുതി മീനിൻ്റെ കഷ്ണോട്ട് അരക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് ഫസ്റ്റ് പറങ്കിപ്പൊടി ചേർക്കാം, പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കാം, പിന്നെ ഞാൻ കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഓൾറെഡി നല്ല മധുരമുണ്ട്. പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്തിട്ടുണ്ട്. ആ വീഡിയോ മിസ്സായിപ്പോയി കേട്ടോ, സോറി ഗൈസ്. വേഗം തൈരും കൂടി ചേർത്ത് ഇതിലേക്ക് ചേർത്തിട്ട് ഇതിന് ഓഫാക്കി വെക്കാം. പിന്നെ വറുത്തിടുമ്പോൾ എപ്പോഴും തീ കുറച്ച് മാത്രമേ, കടുവട്ടിക്കുമ്പോൾ തീ കുറച്ച് മാത്രമേ വെക്കാൻ പാടുള്ളൂ. അതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിൽ അതങ്ങ് മറന്നുപോയി. സത്യം പറഞ്ഞാൽ ചെറിയൊരു കുട്ടിത്രയ്ക്ക് ഉണ്ടായിരുന്നു. മനസ്സിലായിട്ടില്ല, കുഴപ്പമില്ല, സ്വാഭാവികം.
മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.